ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു പഴയകാല വിഭവമാണ് ചക്കക്കുരു മാങ്ങാക്കറി. ഇപ്പോൾ ചക്കയുടെയും മാങ്ങയുടെയും ഒക്കെ സീസണാണ്. ഈ സീസണിൽ നിങ്ങൾ ഉറപ്പായിട്ട് മിസ് ചെയ്യാതെ ഒരു തവണയെങ്കിലും ഇതുപോലൊരു കറി വീട്ടിൽ തയ്യാറാക്കി നോക്കണം കേട്ടോ. വളരെ രുചികരമായിട്ടാണ് നമുക്കിത് കിട്ടുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, എന്തെങ്ങനെയാ തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മുടെ ഈ കറി തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ചക്കക്കുരു എടുത്ത് വെച്ചിട്ടുണ്ട്. 25ഓളം ചക്കക്കുരുവാണ് എടുത്തിട്ടുള്ളത്. കൂടെ തന്നെ ഇതുപോലെ ഒരു പച്ചമാങ്ങയും കൂടി. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഈ ചക്കക്കുരുവിൻ്റെ ആ പുറംതോടെല്ലാം ഒന്ന് മാറ്റിയിട്ട് ഓരോ ചക്കക്കുരുവും ചെറുതായിട്ടൊന്ന് ഇടികല്ലിൽ വെച്ചൊന്ന് ചതച്ച് ഒരു കുക്കറിലേക്കൊന്ന് മാറ്റാം ആദ്യം. നമ്മുടെ ചക്കക്കുരു എല്ലാം ഇതുപോലെ ഒന്ന് ചതച്ച് ഞാനിപ്പോൾ ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് ഇങ്ങനെ പൊടിയുന്നത് പോലെ ചതയ്ക്കാൻ വേണ്ടി പാടില്ല. ഇതുപോലെ ഓരോ ചക്കക്കുരും 2-3 പീസ് ആകുന്നത് പോലെ ഒന്ന് ചതച്ചെടുത്താൽ മതിയാകും. അതല്ല അരിഞ്ഞ് ചേർക്കണം എന്നുള്ളത് അരിഞ്ഞും ചേർക്കാം. പക്ഷേ കൂടുതൽ കുറച്ച് നമ്മുടെ കറിക്ക് കുറച്ച് കൊഴുപ്പ് കൂടുതൽ കിട്ടുന്നത് ഇതുപോലെ ചതച്ച് ചേർക്കുമ്പോഴാണ്. അതുപോലെ തന്നെ നമ്മുടെ ചക്കക്കുരുവിലെ ആ ഫ്ലേവറും ടേസ്റ്റും ഒക്കെ കറിയിലേക്ക് നന്നായിട്ട് ഇറങ്ങുന്നതും ഇതുപോലെ ചതച്ച് ചേർക്കുമ്പോഴാണ്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കൂടെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും. ഇനി നമ്മൾ ഈ ചക്കക്കുരുവിന് മാത്രം ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ അളവിലാണ് ചേർക്കുന്നത്. കൂടെ നമ്മുടെ ഈ ചക്കക്കുരു വേകാനും ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർക്കാം. 1.5 കപ്പ് അളവിലാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് വെള്ളം ചേർക്കുന്നത്. വെള്ളം ചേർത്തിട്ട് നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 3 വിസിൽ വരുന്നത് വരെയും ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോഴത്തേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ചക്കക്കുരു ആദ്യം ഒന്ന് വെന്ത് കിട്ടും. ഇതിലിപ്പോൾ ഒരു 3 വിസിൽ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിൽ കംപ്ലീറ്റ് പ്രഷറും പോയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നല്ലതുപോലെ തന്നെ സോഫ്റ്റായിട്ട് പെർഫെക്റ്റായിട്ട് നമ്മുടെ ചക്കക്കുരു എല്ലാം ഒന്ന് വെന്തിട്ടുണ്ട്. അതായത് ഒരു സ്പൂൺ വെച്ചിട്ട് നമ്മളിതിങ്ങനെ ഉടച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ സ്മൂത്തായിട്ട് ഒന്ന് ഉടഞ്ഞ് കിട്ടും. ഈ ഒരു രീതിക്ക് വേണം കേട്ടോ നമ്മുടെ ചക്കക്കുരു ഒന്ന് വേവിച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് നേരെ തന്നെ കറി തയ്യാറാക്കുന്ന ഒരു കടായിലേക്കൊന്ന് മാറ്റാം. ഇതിനോടൊപ്പം തന്നെ ഒരു മാങ്ങ നമ്മൾ മാറ്റി വെച്ചിരുന്നില്ലേ, അത് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ വീട്ടിലെ മാങ്ങയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ പുറന്തോടുകൂടി ചേർക്കാം. അതല്ല പുറത്തുനിന്നൊക്കെ വാങ്ങുന്നതാണെന്നുണ്ടെങ്കിൽ ആ പുറന്തൊലി മാറ്റിയിട്ട് നമുക്ക് ഇതുപോലെ ഈ ഒരു സൈസിൽ വേണം ഒന്ന് അരിഞ്ഞ് ചേർക്കാനായിട്ട്. മാങ്ങ പെട്ടെന്ന് വെന്ത് കിട്ടും. അതിൻ്റെ പേരിൽ ഒരുപാട് ചെറിയ സൈസായിട്ട് അരിഞ്ഞിടരുത്. ഇനി നല്ല രീതിക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി 2-3 മിനിറ്റ് ഇതൊന്ന് നന്നായിട്ട് തിളക്കട്ടെ. അപ്പോഴത്തേക്ക് മാങ്ങ നല്ലതുപോലെ സോഫ്റ്റായി വരും. ഇപ്പോൾ നമ്മുടെ ഈ കറി ഇങ്ങനെ ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 2 മിനിറ്റോളം ആയിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ ഈ മാങ്ങ എല്ലാം നന്നായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇപ്പോൾ നമുക്ക് ഒരു ചെറിയൊരു തേങ്ങാക്കൂട്ടും കൂടി ചേർക്കാനായിട്ടുണ്ട്. മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് ഫ്രഷായിട്ട് ചിരകിയെടുത്ത തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം ചേർക്കാം. കൂടെ ഒരു ചെറിയുള്ളിയും കൂടി. ഇനി വേണ്ടത് ഒരു പച്ചമുളകാണ്. ഇനി ഒരു 1/2 കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്തിട്ട് നല്ല സ്മൂത്തായിട്ട് തന്നെ നമുക്കൊന്ന് അരച്ചെടുക്കാവുന്നതാണ്. ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ കറിയിലേക്ക് ചേർക്കാം. മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്തിട്ട് അതും കൂടി ചേർക്കാം. ഈ ഒരു സമയത്ത് നമ്മൾ ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയേക്കണം. ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്ത ആ ഉപ്പ് പാകത്തിനുണ്ട്. അതിൻ്റെ പേരിൽ ഞാനിപ്പോൾ എക്സ്ട്രാ ചേർക്കുന്നില്ല. തേങ്ങാക്കൂട്ട് ചേർത്ത് കഴിഞ്ഞാൽ പിന്നീട് ഫ്ലെയിം ഒന്ന് നന്നായിട്ട് കുറച്ച് വെക്കണം. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് മാത്രം നമുക്ക് അതങ്ങനെ വെച്ചിരുന്നാൽ മതിയാവും. ഫ്ലെയിം മീഡിയത്തിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത് തിളച്ച് പോകും. നമുക്കങ്ങനെ തിളയ്ക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ പേരിലാണ് എടുത്ത് പറയുന്നത്. കുറഞ്ഞ ഫ്ലെയിമിൽ ഇതിപ്പോൾ ഇങ്ങനെ ഒന്ന് ചൂടാകാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 3 മിനിറ്റോളം ആയിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഇങ്ങനെ നമ്മുടെ കറി ഇങ്ങനെ പതുക്കെ ഇങ്ങനെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നന്നായിട്ട് തിളച്ച് പൊങ്ങാൻ വേണ്ടി പാടില്ല. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി ഇതിലേക്ക് നമുക്ക് താളിച്ചും കൂടി ചേർക്കണം. അപ്പോൾ ഇതൊന്ന് താളിച്ചെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർക്കാം. എണ്ണ ഒന്ന് ചൂടായി തുടങ്ങുമ്പോഴത്തേക്കും 1 ടീസ്പൂൺ അളവിൽ കടുക് ചേർക്കാവുന്നതാണ്. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മുഴുവൻ ഉലുവയും കൂടി. കടുകെല്ലാം ഒന്ന് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ വേണ്ടത് ചെറിയുള്ളിയാണ്. 5 ചെറിയുള്ളി ഒന്ന് വട്ടത്തിന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചെറിയുള്ളി ചേർത്ത് നല്ല രീതിക്ക് തന്നെ വഴറ്റി കൊടുത്ത് ചെറിയുള്ളിയുടെ കളറൊക്കെ ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങട്ടെ. നമ്മുടെ ഈ ചെറിയുള്ളിയുടെ കളറൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ ഒരു ഗോൾഡൻ കളറിലേക്ക് ആകുമ്പോഴത്തേക്കും ഇനി നമുക്കിതിലേക്ക് 2 വറ്റൽമുളക് ചേർക്കാം. ഇതിനോടൊപ്പം തന്നെ ഒരല്പം കറിവേപ്പിലയും കൂടി. ഫ്ലെയിം ഞാനിപ്പോൾ ഓഫ് ചെയ്യുകയാണ്. ഇതിനോടൊപ്പം തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി ചേർക്കാം. എന്നിട്ട് നല്ല രീതിക്ക് എല്ലാം കൂടി ഒന്ന് വറുത്തെടുക്കാം. ഫ്ലെയിം ഈ ഒരു സമയത്ത് ഓണാക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഈ ചട്ടിയുടെ ചൂട് തന്നെ ധാരാളം മതിയാവും.
ഇനി ഈ ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മുടെ ഈ താളിച്ചത് നേരെ കറിയിലേക്ക് ചേർക്കാം. വളരെ രുചികരമായിട്ടാണ് കേട്ടോ നമ്മുടെ ഈ ചക്കക്കുരു മാങ്ങക്കറി നമുക്ക് കിട്ടുന്നത്. നല്ല കുറുകിയ ചാറോട് കൂടിയിട്ട് ആ ചക്കക്കുരുവിൻ്റെ ടേസ്റ്റ് മാങ്ങയുടെ ചെറിയ പുളിപ്പൊക്കെ സൂപ്പറായിട്ടാണ് ഇത് കിട്ടുന്നത്. ചൂട് ചോറിനോടൊപ്പം ഇതുപോലെ ഒരു ചക്കക്കുരു മാങ്ങക്കറി ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും സൈഡായിട്ട് ആവശ്യമായിട്ടില്ല. ഉറപ്പായിട്ടും ഈ ചക്കമാങ്ങ സീസണിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിക്കുകയും വേണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. എത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷാമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്ക് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.